അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച അതേ ദീനിൽ തന്നെ അള്ളാഹുവിനോട് ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളുണ്ട്. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം ഉണ്ടാകും. അങ്ങനെ ഖുർആനിലുണ്ടോ? ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പ്രാർത്ഥിക്കാമെന്നല്ലേ ഉള്ളത്? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോൾ 10ഓളം കാര്യങ്ങളെക്കുറിച്ച്, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടോ ആ കാര്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെയുള്ള 10 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, പ്രാർത്ഥനൻ്റെ ഏത് കാര്യം പറയുമ്പോഴും അതിലേറ്റവും പ്രധാനമാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നുള്ളത്. അള്ളാഹു അല്ലാത്ത ആരെ നമ്മൾ എടുത്താലും, അത് മനുഷ്യനാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, പ്രവാചകന്മാരാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ബാബയാവട്ടെ, ബീവിയാവട്ടെ, തങ്ങളാവട്ടെ, ആര് തന്നെയാണെങ്കിലും ഒരാളോടും പ്രാർത്ഥിക്കരുത്. അങ്ങനെ ഖുർആനിൽ നമുക്ക് ആയത്ത് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 106, 107 ആയത്തുകൾ. ഈ ആയത്ത് നമ്പർ അടക്കം പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് പരിശോധിക്കണം, ഇങ്ങനെ ഒരായത്തുണ്ടോ, എന്താണ് ഈ ആയത്തിന്റെ ആശയം പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയാണ്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹു അല്ലാത്ത ഒരാളോടും നിങ്ങൾ ദുആ നടത്തരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളോട്, അവരോട് ആരോടും നിങ്ങൾ ഒന്നും പ്രാർത്ഥിക്കരുത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫഇൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ. ഇനി നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ, അല്ലാഹുവിന് പുറമെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ, അങ്ങനെ നീ പ്രവർത്തിച്ചാൽ, ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, ഏറ്റവും വലിയ ഒരു അക്രമകാരിയായി നീ മാറും. അക്രമകാരികളിൽ നീ പെട്ടുപോവുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം എന്ന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അതുകൂടി പറയുമ്പോഴാണ് ഈ ആയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. നിനക്ക് അല്ലാഹു വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം, നിനക്ക് വല്ല പ്രയാസവും അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അവനൊഴികെ അത് നീക്കം ചെയ്യാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപദ്രവം, ഒരു പ്രയാസം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്കല്ലാതെ അത് മാറ്റാൻ കഴിയൂല. എന്നിട്ട് വീണ്ടും അള്ളാഹ് പറയാണ് അതിന്റെ ബാക്കി ഭാഗം, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്നുണ്ട്, നിനക്ക് ഇന്ന ഖൈറ് കിട്ടണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം തട്ടിമാറ്റാനും ഒരാൾക്കും കഴിയൂല. അതുകൊണ്ട് തന്നെ നീ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. നീ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു അല്ലാത്ത ഒരാളോടും നീ പ്രാർത്ഥിക്കരുത്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹം നൽകുന്നതാണ്. വഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നും നിർവഹിക്കാൻ പാടില്ല. കാരണം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ അത് റബ്ബ് വിധിച്ചാലേ കിട്ടുള്ളൂ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു പരീക്ഷണം വരുന്നുണ്ടെങ്കിൽ വേറെ ആര് വിചാരിച്ചാലും അത് നീക്കാൻ കഴിയൂല. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നവും അത് നീക്കിത്തരാൻ, അത് ഒഴിവാക്കി തരാൻ നമ്മുടെ റബ്ബല്ലാത്ത അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് കഴിയൂല. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹിന്റെ കൂടെ അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം നീ വേറെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഒരുപാട് തവണ നമ്മുടെ ഈ മിമ്പറിൽ വിശദീകരിച്ചത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തൊരു കാര്യമുണ്ട്, അള്ളാഹിനോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ വേറെ ചില ആളുകളുണ്ട്. നമ്മൾ അള്ളാഹിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ഇന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു നൽകിയ ഹഖ്, ജാഹ്, ബറക്കത്ത് കൊണ്ട് അത് തേടുന്നതിൽ എന്താ പ്രശ്നം? അവർക്ക് ഇന്ന കഴിവില്ലേ, അവർക്ക് ഇന്ന സ്ഥാനങ്ങളില്ലേ, അതുകൊണ്ട് അവരോട് ചോദിച്ചുകൂടെ? ഒരു പക്ഷേ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമായിരിക്കും,
നമ്മൾ അള്ളാഹിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിസ്കാരത്തിൽ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്, നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോട് തന്നെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ജാഹ് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന മൊയ്തീൻ ഷേഖിന്റെ ബറക്കത്ത് കൊണ്ട്, ഇതൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അതൊരു നല്ല കാര്യമല്ലേ? അവരുമായിട്ട് ഇടതേടിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ചോദിച്ചൂടെ? എന്നാ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഹക്ക്, എന്താണ് ജാഹ്, എന്താണ് ഈ ബറക്കത്ത്? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹക്ക് എന്ന വാക്കിന്റെ അർത്ഥം അവകാശം എന്നാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം. ഈ വാദിക്കുന്ന ആളുകൾ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ സഹായം തേടാമെന്ന് പറയുന്നവർ, അവരാരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഹക്കുണ്ട്, ഒരു അവകാശമുണ്ട്. അള്ളാഹിന്റെ അടുക്കൽ ചോദിക്കാൻ ചില അവകാശങ്ങൾ അവർക്കുണ്ട് എന്ന്. അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹു അവകാശം കൊടുത്തിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും തന്റെ ഏതെങ്കിലും ഒരു അവകാശം അത് നിങ്ങളെടുത്തോ, നിങ്ങൾ പരിഹരിച്ചോ, നിങ്ങൾ അവർക്ക് പരിഹാരം ചെയ്തു കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരൊറ്റ ആയത്തിലുമില്ല, ഒരൊറ്റ ഹദീസിലുമില്ല, സ്വഹീഹായ റിപ്പോർട്ടുകളിൽ എവിടെയില്ല. ഇനി ജാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം. സ്ഥാനം അള്ളാഹു ചില ആളുകൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല, അതിൽ പ്രവാചകന്മാർക്ക് സ്ഥാനമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയല്ല, അതിൽ റസൂലുകൾക്ക് സ്ഥാനമുണ്ട്. എല്ലാ റസൂലുകളും ഒരുപോലെയല്ല, അവരിൽ ഉലുൽ അസ്മുകൾക്ക് സ്ഥാനമുണ്ട്. എല്ലാ ഉലുൽ അസ്മുകളിൽപ്പെട്ട 5 പേരും ഒരുപോലെയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അതിൽ യാതൊരു സംശയമല്ല, ഒരു സംശയമല്ല. ഔലിയാക്കന്മാർക്ക് സ്ഥാനമില്ലേ? തീർച്ചയായും ഉണ്ട്. അമ്പിയാക്കന്മാർക്ക് സ്ഥാനമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ആ സ്ഥാനം അള്ളാഹു നൽകിയ സ്ഥാനമായതുകൊണ്ട് തന്നെ അവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ആ സ്ഥാനം വെച്ചുകൊണ്ട് അവരോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞതൊക്കെ എന്താ? ഉദ്ഉനി, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ചോദിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഉദ്ഉനി, ആ വാചകം നോക്കിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മാത്രം എന്നോട് ചോദിച്ചോ, നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കൂടി ചെല്ലുമ്പോഴും എന്നോട് ചോദിച്ചോ, അത് കഴിഞ്ഞ് പിന്നെ വല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ ഇന്ന ആളുകളോട് ചോദിച്ചോ. അള്ളാഹ് പറഞ്ഞു ഇല്ല. എല്ലാ സമയത്തും എന്താ? ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോന്നാ. വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റബ്ബനാ, റബ്ബി, അല്ലാഹുമ്മ, ഈ വിളികളല്ലാത്ത വല്ലതും ഉണ്ടോ? യാ ആദം എന്ന് പറഞ്ഞിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ടൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് സ്ഥാനല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥാനല്ലേ? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയല്ലേ നമ്മൾ ഖുർആൻ പഠിച്ചിട്ടുള്ളത്? ആ ഖുർആൻ പഠിപ്പിച്ച അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ എൻ്റെ പേര് വിളിച്ച് നിങ്ങൾ തേടിക്കോ, എനിക്ക് അല്ലാഹ് ഒരുപാട് സ്ഥാനം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കും പറഞ്ഞു? ഇല്ല. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, മോനെ ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാട്ടോ. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചു. വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണോ എങ്കിൽ അള്ളാഹിനോട് ചോദിച്ചു. അതാണ് പ്രിയപ്പെട്ടവരുള്ളത്. ഹക്ക്, ജാഹ്, 2 വാചകം നമ്മൾ മനസ്സിലാക്കി. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ്, ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ബറക്കത്ത്. ബറക്കത്ത് എന്ന വാക്കിന്റെ അർത്ഥം വർദ്ധനവ്, വർദ്ധിച്ച നന്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങൾക്ക് ചില ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ബറക്കത്താക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ മഴയെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, മഴയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു മുബാറക് എന്നാ പറഞ്ഞ്, ബറക്കത്താക്കപ്പെട്ടത്. ചില സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു ബറക്കത്താണ്. സംസം വെള്ളം ബറക്കത്താണ്. ഇതൊക്കെ ബറക്കത്താണ്. പക്ഷേ ഏതെങ്കിലും ഒരാളുടെ സ്ഥാനമോ ഏതെങ്കിലും സ്ഥലത്തിന്റെ സ്ഥാനമോ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ബറക്കത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഇന്ന പ്രശ്നം പരിഹരിക്കണേ എന്ന്, അങ്ങനത്തെ ഒരു ഹക്ക് ജാഹ് ബറക്കത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതുമില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത പ്രാർത്ഥനകളുടെ രൂപത്തിൽ ഒന്നാണിത്. അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹു അല്ലാത്തവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എൻ്റെ ഇന്നാലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ എന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യമാണ് സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കാതിരിക്കുക. ഒരാൾ സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കുക. ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അല്ലെ? പലപ്പോഴും സഹോദരിമാരുടെ നാവിൽ, ഉമ്മമാർ ശ്രദ്ധിച്ചോളി, ഉമ്മമാരുടെ നാവിലാണ് ഈ വാക്ക് കൂടുതൽ വരാറുള്ളത്.
കുട്ടികളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴേക്ക് ഉടനെ പറയും ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പ്രാർത്ഥനയാണത്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ലാത്ത ചില പരീക്ഷണങ്ങൾ ഉണ്ടായി. ആ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന ഒരു വാചകമുണ്ട്, ലൗലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന അൻ നദ്ഉ ബിൽ മൗത്ത്. മരിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന ഞങ്ങളോട് വിരോധിച്ചില്ലായിരുന്നെങ്കിൽ ലദഅഉതു ബിൽ മൗത്ത്, ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയും പ്രയാസത്തിലായിരുന്നു, അത്രയും ബുദ്ധിമുട്ടുള്ള സമയം. പക്ഷേ പ്രാർത്ഥിക്കാൻ പാടില്ല. ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന പ്രാർത്ഥന നടത്താൻ പാടില്ല. ഇനി ഒരാളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രയാസം വന്നു, ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ, വല്ലാത്ത ബുദ്ധിമുട്ട് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോ? ലാ യതമന്നയന്ന അഹദകുമുൽ മൗത്ത്. നിങ്ങൾ ആരും തന്നെ മരണത്തെ കൊതിക്കരുത്. നിങ്ങൾ തെറ്റ് ചെയ്ത ആളാണോ? നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ നന്മ ചെയ്യുന്ന ആളാണോ? ഇനിയും നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ എന്താ ഉള്ളതെന്നറിയോ? ഇനി ഒരാൾക്ക് മരണമല്ലാതെ മറ്റൊന്നും പരിഹാരമല്ല. അയാൾ രോഗാവസ്ഥയിൽ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടിലായി. പരിശോധന നടത്തിയ മുഴുവൻ ഡോക്ടർമാരും പറഞ്ഞു ഇല്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഭൗതികമായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല. അയാൾ ഇങ്ങനെ കുടുംബത്തിന്റെ മുന്നിൽ, എല്ലാവർക്കും മുന്നിൽ ചോദ്യചിഹ്നമായി അവിടെ ഇങ്ങനെ കിടക്കണം. സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അവർ നടത്തേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. എത്ര സുന്ദരമാണ് ആ വാചകം നോക്ക്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി. അല്ലാഹുവേ, ജീവിതം എനിക്ക് ഖൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ. ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ നീ ജീവിപ്പിച്ചോ. എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ മരണം കടന്നു വരിക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഖൈറെങ്കിൽ. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണം റബ്ബേ. ഏറ്റവും ലാസ്റ്റ് പറയാൻ പറയുന്നത് ആ ഒരു പ്രാർത്ഥന അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന പ്രയോഗം ഒരിക്കലും ഒരാൾ നിർവഹിക്കാൻ പാടില്ല. അത് ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. നാലാമത്തെ വിഷയം, ചില ആളുകൾ സ്വന്തം മരിക്കണമെന്ന് പറയൂല, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള തിന്മകൾ ആലോചിച്ചുകൊണ്ട് അവർക്കൊരു ബേജാറുണ്ടാകും. പ്രത്യേകിച്ച് ദീനിയായ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ദീനിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്തിട്ടില്ല, എന്നാൽ പരലോകത്തിന്റെ ഭയാനകത ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്ന ആളുകൾ അവരുടനെ നടത്തുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് പുറത്തു കിട്ടുമല്ലെന്ന് എനിക്ക് ഉറപ്പില്ല. ഇനി വല്ലതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് പരലോകത്തേക്ക് നീ മാറ്റിവെച്ചിട്ടുള്ള ശിക്ഷയാണെങ്കിൽ അത് പരലോകത്തേക്ക് മാറ്റിവെക്കല്ലേ, ഈ ദുനിയാവിൽ തന്നെ എന്നെ അനുഭവിപ്പിച്ചു, ഈ ദുനിയാവിൽ തന്നെ എന്നെ അനുഭവിപ്പിക്കണേ എന്ന് നടത്തുന്ന പ്രാർത്ഥന ഹദീസിൽ കാണാൻ പറ്റും. ഒരു മനുഷ്യൻ ഒന്നിന് പിറകെ ഒന്നായി അയാൾക്ക് പ്രയാസങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകളിൽ അയാൾ തളർന്നു വീണു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, ഹൽ കുൻത ദഅൗതല്ലാഹ ബിശൈ, നീ അള്ളാഹിനോട് വല്ല പ്രാർത്ഥനയും നിർവഹിച്ചിരുന്നോ? അതായത് ഇങ്ങനെ അയാൾക്ക് പ്രയാസം വരുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ ആ അവസ്ഥ കണ്ടിട്ട് ചോദിക്കുക, നീ വല്ല പ്രാർത്ഥനയും നിർവഹിച്ചിരുന്നോ? അയാൾ പറഞ്ഞു, നഅം, അതെ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. കുൻതു അഖൂൽ, ഞാൻ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞെന്നറിയോ? റബ്ബേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശിക്ഷ നീ പരലോകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് എന്നെ അനുഭവിപ്പിക്കണ്ട, ഇവിടുന്ന് എന്നെ അനുഭവിപ്പിച്ചു, ഇവിടുന്ന് തന്നെ നീ എന്നെ അനുഭവിപ്പിച്ചോ, ഞാനത് സഹിച്ചു കൊള്ളാം, ഞാനത് അനുഭവിച്ചു കൊള്ളാം എന്ന ഒരു വാക്ക് അയാൾ പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തസ്തതിഅ, അതൊരിക്കലും നിനക്ക് കഴിയൂല, നിനക്ക് കഴിയൂല, കഴിയാത്തൊരു കാര്യമാണ്. പരലോകത്തുള്ള ശിക്ഷ ഇവിടെ അനുഭവിക്കാൻ ഒരാൾക്കും കഴിയൂല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്, ഒരു കാരണവശാലും അങ്ങനെ നീ പ്രാർത്ഥിക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് നീ നിർവഹിച്ചു. ഇങ്ങനെ പറയേണ്ടത്, അല്ലാഹുവേ, എനിക്ക് പരലോകത്ത് നീ ഖൈർ നൽകണേ, ദുനിയാവിലും നീ എനിക്ക് ഖൈർ നൽകണേ. ഈ ഒരു പ്രയോഗമാണ് നടത്തുന്നത്. വഖിനാ അദാബന്നാർ, ആ നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന്, അതിലെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ. ഇതല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാളുടെ ആ പരീക്ഷണങ്ങൾ നീക്കപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഒരു പക്ഷേ നമ്മൾ പരലോകത്തിന്റെ ഭയാനകത അറിഞ്ഞിട്ടും നരകത്തിന്റെ ഭയാനകത അറിഞ്ഞിട്ടും ആയിരിക്കും പറയുന്നത്, എനിക്ക് വല്ലതുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്, അനുഭവിക്കട്ടെ, ഞാൻ പരലോകത്തേക്ക് ഒന്നും മാറ്റി വെക്കണ്ട. വല്ലാതെ പ്രയാസം വരുമ്പോൾ പറയുന്ന ആളുകളാ, പറയാൻ പാടില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, കുടുംബത്തിനെതിരെ പ്രാർത്ഥിക്കരുത്.
കുടുംബത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. വല്ലാതെ പ്രയാസം വരുമ്പോൾ രക്ഷിതാക്കളുടെ നാവിൽ നിന്ന് വരാറുണ്ട് മക്കൾക്കെതിരെയുള്ള സംസാരങ്ങൾ, പ്രാർത്ഥനകൾ, അതല്ലെങ്കിൽ മക്കൾ രക്ഷിതാക്കൾക്കെതിരെയുള്ള പ്രാർത്ഥനകൾ. ഒന്നും നിർവഹിക്കാൻ പാടില്ല. സ്വന്തം കുടുംബത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാർത്ഥനകൾ അതൊരിക്കലും അള്ളാഹു തള്ളുകയില്ല എന്ന് പറഞ്ഞ അതിൽ ഒരു പ്രാർത്ഥന ഏതാണെന്നറിയോ? ദഅവത്തുൽ വാലിദ് അലാ വലദിഹി. ഒരു വാപ്പ തൻ്റെ മകനെതിരെ നടത്തുന്ന പ്രാർത്ഥന അതെന്തായാലും സ്വീകരിക്കുന്നു. അതേ വാചകം ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ദഅവത്തുൽ വാലിദ് ലിവലദിഹി. രണ്ടും ഒരേ വാക്കുകൾ, ഒന്നിൽ അല എന്നാണ്, മറ്റൊന്നിൽ ലി എന്നാണ്. എന്താ വ്യത്യാസം എന്നറിയോ? ഒരു രക്ഷിതാവ് മകനെതിരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഒരു രക്ഷിതാവ് തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. രണ്ടുമുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. പല പരീക്ഷണങ്ങളും ഉണ്ടാകും, പ്രത്യേകിച്ച് മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവിടെ ആ മക്കളെ അവരുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകൾ നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കൂല. എൻ്റെ ഒരു പൊരുത്തം നിനക്കുണ്ടാവൂല. എന്തെല്ലാം പ്രയോഗങ്ങളാണ് പല രക്ഷിതാക്കളും പറയാറുള്ളത്. ഈ മിമ്പറിൻ്റെ പവിത്രത ഉള്ളത് കൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള പദങ്ങൾ പറയണില്ല. നല്ലോണം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ പറയുന്ന വാക്കെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയത്തിൽപ്പെട്ടതാണെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല, പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയം ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. 6ാമത്തെ കാര്യം, സ്വന്തം സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കുക. എപ്പോഴാ ഈ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കുക? നമ്മൾ ചില കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നു, ഏത് ചെയ്തിട്ടും അങ്ങോട്ട് ക്ലിയർ ആവണില്ല. അല്ലെങ്കിൽ കൃഷി തുടങ്ങി, അതും ക്ലിയർ ആവണില്ല. പലതും മാറി മാറി ചെയ്തു, ഒന്നിനും ഒരു ഹൈർ കിട്ടണില്ല. പലതും പരീക്ഷണങ്ങളാണ്. ആ സമയത്ത്, തുടങ്ങണ സമയത്തോ അല്ലെങ്കിൽ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ ചില ആളുകളുടെ ചില വാക്കുകൾ വരും. ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കുത്തുവാളെടുത്താൽ മതി, എന്നാൽ പിന്നീട് കഴിഞ്ഞാലോ, ഇതിൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ. ഈ പ്രയോഗങ്ങൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഞാൻ ആ പദങ്ങൾ തന്നെ പറയുന്നത് ഒരു പക്ഷേ നിസാരം എന്ന നിലക്ക് നമ്മൾ പറയുന്ന വാക്കുകളായതുകൊണ്ടാണ്. ഹദീസിൽ കാണാൻ പറ്റും, ഒരു യാത്ര കഴിഞ്ഞു വരിക, നബിയും സ്വഹാബത്തുണ്ട്. ആ സമയത്ത് ഒരു സ്വഹാബി, അദ്ദേഹം കയറിയിട്ടുള്ള വാഹനം അദ്ദേഹത്തിൻ്റെ ഒട്ടകം. ആ ഒട്ടകം അതിങ്ങനെ മറ്റുള്ള ഒട്ടകങ്ങളുടെ അത്ര വേഗത്തിൽ വരുന്നില്ല. അതിങ്ങനെ കുഴഞ്ഞു വരുന്ന രൂപത്തിൽ, അതിൻ്റെ സൗകര്യങ്ങൾ നടക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെയാണ്. ഉടനെ ആ സ്വഹാബി പറഞ്ഞു, ഇതൊരു ശാപം പിടിച്ചത് തന്നെയാണ്, ഇതൊരു ശാപത്തിൻ്റെത് തന്നെയാണ് എന്ന ഒരു പ്രയോഗം പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശബ്ദം കേട്ടപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, മൻ ഹാദൽ ലാഇനു ബഈറഹു. അല്ല, ആരാണ് ആ ഒട്ടകത്തിനെ ശപിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു. ഉടനെ സ്വഹാബി പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഞാനാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉൻസിൽ അൻഹു, അതിൽ നിന്നിറങ്ങ് ഫലാ തസ്ഹബനാ ബിമൽഊനിൻ ലാ തദ്ഉ അലാ അൻഫുസികും വലാ തദ്ഉ അലാ ഔലാദികും വലാ തദ്ഉ അലാ അംവാലികും. എത്ര കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, അതിൽ നിന്ന് ഇറങ്ങിക്കോ, അതിൻ്റെ എന്താണോ ബാണ്ടക്കെട്ടുള്ളത് അതൊക്കെ എടുത്തോ. ലഅനത്ത് പറയപ്പെട്ട, ശപിക്കപ്പെട്ട ഒന്നിനെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റൂല, അതിനെ മാറ്റും, ഒഴിവാക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തദ്ഉ, നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, ലാ തുവാഫിഖു മിനല്ലാഹി സഅതൻ യുസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. തീർച്ചയായും ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഇയാൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതെങ്കിൽ, മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചതെങ്കിൽ, സമ്പത്തിനെതിരെ പ്രാർത്ഥിച്ചതെങ്കിൽ ആ പ്രാർത്ഥന എന്തായാലും അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും. നിർവഹിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. 7ാമത്തെ കാര്യം, തിന്മകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഒരാൾ തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ ഈ തിന്മക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന? ഒരു പക്ഷേ അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന് പോകുമ്പോൾ എനിക്ക് ആ മദ്യം കിട്ടിയിരുന്നെങ്കിൽ, ഇന്നും അയാളെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ അയാളിൽ നിന്ന് എനിക്ക് ഇന്ന ഹറാമുകൾ വാങ്ങാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ തിന്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന.
ചില ആളുകൾ നടത്തുന്ന പ്രാർത്ഥനകളാണ്. ഒരു കല്യാണത്തിന് വിളിക്കുമ്പോൾ പോകുന്ന സമയത്ത് തന്നെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഞാൻ ഇന്ന ആളെ കാണാതിരുന്നെങ്കിൽ, കാരണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സലാം പറയണം, സലാം പറഞ്ഞാൽ വീണ്ടും പഴയ പോലെ ബന്ധങ്ങൾ ഉണ്ടാകും, അപ്പോൾ കുടുംബ ബന്ധം ചേർക്കേണ്ടി വരും, അവർ വന്നിട്ടില്ലെങ്കിൽ സമാധാനമായിരുന്നു. കുടുംബ ബന്ധത്തിനെതിരെ നടത്തുന്ന പ്രാർത്ഥനകൾ, തിന്മകൾ ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ. ചില ആളുകൾ പലിശ ഹറാമാണെന്നറിയാം അവർക്ക്, പക്ഷെ അവർ പ്രാർത്ഥിക്കണം, റബ്ബേ ഈ ലോണൊന്ന് ശരിയായി കിട്ടണേ. ഹറാമല്ലേ? ഈ മിമ്പറിൽ തന്നെ എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു വിഭാഗം വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലിശയുമായി ബന്ധപ്പെടുന്നതാണ്, അല്ലേ? അതിൻ്റെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറുത്, പലിശയുടെ ഇനങ്ങളിൽ ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന്. സ്വന്തം ഉമ്മാൻ്റെ അടുത്തേക്ക് ഒരാൾ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, തൻ്റെ സെക്ഷൽ റിലേഷന് വേണ്ടി പോകുകയാണെങ്കിൽ എന്താ അയാളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രവാചകനാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ പറയണത് പലിശയുടെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ എത്ര നിസാരമായിട്ടാണ് നമ്മൾ പറയുന്നത്, എത്ര നിസാരമായിട്ടാണ് പലതും നമ്മൾ വാങ്ങുന്നത്, കൊടുക്കുന്നത്. യാതൊരു പ്രശ്നം നമുക്കില്ല. അവിടെയാണ് പ്രാർത്ഥനയും വരുന്നത്. ആ ഒരു ലോണ് കിട്ടിയിരുന്നെങ്കിൽ നിഷിദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. അത് കള്ളിന്റെ വിഷയത്തിലാണെങ്കിലും, വ്യഭിചാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും, കൊലപാതകത്തിന്റെ വിഷയത്തിലാണെങ്കിലും, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന വിഷയത്തിലാണെങ്കിലും, പലിശയുടെ വിഷയത്തിലാണെങ്കിലും, എന്താണെങ്കിലും പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എട്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃഢബോധ്യമില്ലാതെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. എങ്ങനെയെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅത, അല്ലാഹുമ്മർഹംനി ഇൻ ശിഅത, അല്ലാഹുമ്മ ഇൻ ശിഅത ഫഅതിനി. ഈ രൂപത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പാപം പുറത്തരണേ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് കരുണ ചൊരിയണേ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ ഇന്നാലിന്ന കാര്യങ്ങൾ നീ നിർവഹിക്കണേ. ഒരു പക്ഷേ പല ആളുകളും നിർവഹിക്കുന്ന പ്രാർത്ഥനയാണത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനത്തെ പ്രാർത്ഥന വിരോധിക്കപ്പെട്ടതാണ്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണമേ, അല്ലാഹുമ്മ റഹംനി, അല്ലാഹുവേ എനിക്ക് നീ കരുണ ചൊരിയണമേ, അല്ലാഹുമ്മ അഅ്തിനി, അല്ലാഹുവേ നീ എനിക്ക് ഇന്നാലിന്ന കാര്യം നൽകണേ. എന്താ പറയേണ്ടത്? നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന ഒരു പ്രയോഗം നടത്തരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഇന്നഹു ലാ മുസ്തഖിറഹു ലഹു, തീർച്ചയായും അല്ലാഹനെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ളത്, റബ്ബേ നീ ചെയ്യണമെന്ന് പറയാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന പ്രയോഗം ഒഴിവാക്കണം. എന്താണോ നമുക്ക് ആവശ്യം ആ ആവശ്യം നമ്മൾ റബ്ബിനോട് ചോദിക്കുക. ആ റബ്ബിനോട് ആവശ്യം ചോദിക്കുക എന്നല്ലാതെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് നൽകണേ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒഴിവാക്കി തരണേ എന്ന പ്രയോഗം നമ്മൾ ഒഴിവാക്കുക. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലാഹുവേ അതിൻ്റെ ഖൈർ നീ എനിക്ക് നൽകണേ, ഞാൻ ഇന്ന ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അത് ഖൈറാണെങ്കിൽ എനിക്ക് കിട്ടണം, ഷർറാണെങ്കിൽ പോയിക്കോട്ടെ. ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നല്ലാതെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന അള്ളാഹുവിൻ്റെ മശിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥന നിർവഹിക്കാൻ പാടില്ല എന്നാണ്. ഒൻപതാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന എന്താണെന്നറിയോ? അസംഭവ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. എന്താ ഈ അസംഭവ്യമായ കാര്യം? ഒരാൾ പറയാണ് ഈ മഴ ഇങ്ങനെ പെയ്യണിന് പകരം അത് വല്ല സ്വർണവും പെയ്യുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് അയാൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കുക, റബ്ബേ സ്വർണ്ണ മഴ പെയ്യണേ, റബ്ബേ എൻ്റെ വീട്ടിൽ മാത്രം ഇന്ന സ്വർണ്ണങ്ങൾ കിട്ടണേ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, ഒരു കാരണവശാലും സംഭവിക്കാത്ത ഒരു കാര്യം. ഒരാൾ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, റബ്ബേ എനിക്ക് മക്കളെ തരണേ. അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിക്കാതെ അയാൾ പ്രാർത്ഥിക്കുക മക്കളെ തരണേ. അയാൾ കൃഷിയിൽ അഭിവൃദ്ധി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് കൃഷിയുണ്ടോ? കൃഷിയില്ല. അയാൾ കർഷകനാണോ? അല്ല. അയാൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലതുണ്ടോ? ഒന്നുമില്ല. പക്ഷെ വെറുതെ പ്രാർത്ഥിക്കുക. എന്താ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് പ്രശ്നം എന്നാ പലരും ചോദിക്കുക. പാടില്ല എന്നാണ്. കാരണം നമ്മൾ എന്താണോ അസംഭവ്യമായ ഒരു കാര്യത്തിനു വേണ്ടി, ഒരാൾ കച്ചവടം ചെയ്യാതെ അയാൾ പറയുക എൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ, അത് അള്ളാഹനെ കളിയാക്കുന്നതിന് തുല്യ, അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച അതേ ഇസ്ലാം, അതേ വിശുദ്ധ ഖുർആനിൽ, അതേ ഹദീസുകളിൽ തന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി എണ്ണിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 9 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. 10ാമത്തെ കാര്യം, ഒരാൾ കൃത്രിമമായിട്ട് പ്രാസമൊപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്,
പക്ഷേ എന്താ വെച്ചാൽ അയാളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രാർത്ഥനയുടെ രൂപമൊന്നുമില്ല, അല്ലാത്ത രൂപത്തിൽ പ്രാർത്ഥിക്കുക. ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ മകനും ഇരിക്കണം. അവരിയ്ക്കുന്ന സമയത്ത് ഈ മകൻ ഒരു പ്രാർത്ഥന നടത്തി. എന്താണ് ആ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, വനഈമഹ, അതിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നു, വബഹജതഹ വകദാ വകദാ, അതിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ അത് നൽകണേ, ഇത് നൽകണേ, സ്വർഗത്തിലുള്ള ഇന്നത് നൽകണേ, അതിലൂടെ കയറാൻ പറ്റണേ, അതിലൂടെ ആസ്വദിക്കാൻ പറ്റണേ, അത് കുടിക്കാൻ പറ്റണേ, ഇങ്ങനെ എന്ത് ചെയ്യുക, കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ വഅഊദു ബിക മിനന്നാർ, നരകത്ത് നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വസലാസിലഹ, അതിൻ്റെ ആ ചെങ്ങലകൾ അത് എൻ്റെ മേൽ സ്പർശിക്കുന്നതിനെ, അതിലുള്ള ഇന്ന ഇന്ന ശിക്ഷകൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കഥാ വക്കഥ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. മകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ ബുനയ്യ തആൽ, എൻ്റെ മോൻ ഇവിടെ വന്നു. എന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ നേർക്കുനേരെ കേട്ടതാണ്. കാരണം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മകനാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, സയകൂനു ഖൗമുൻ യഅതദൂന ഫി ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഖൗമിന് വരും, കാലങ്ങൾക്ക് ശേഷം ഒരു ഖൗമ് വരും, ചില ആളുകൾ വരും, അവർ ദുആഇന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവർ അതിരുവിട്ടവരായിരിക്കും, അതിര് കടന്ന ആളുകളായിരിക്കും അവർ. അപ്പോൾ ഈ മകന് മനസ്സിലായില്ല എന്താ ഇപ്പോൾ ഈ പറയണത് എന്നുള്ളത്. അപ്പോൾ വീണ്ടും അദ്ദേഹം പറയാണ്, നിനക്ക് മതിയായതാണ്. ഈ വാപ്പ മകനോട് പറയാണ്, റബ്ബേ എനിക്ക് സ്വർഗവും സ്വർഗത്തിലുള്ളതൊക്കെ തരണേ എന്ന് പറഞ്ഞാൽ തന്നെ മതി. ബാക്കി ഓരോന്നും എടുത്തെടുത്ത് അതിൻ്റെ പ്രാസമൊപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതില്ല. അള്ളാഹിനോട് ചോദിച്ചാൽ മതി, സ്വർഗം ചോദിക്കുക, അതിലുള്ളതെല്ലാം എനിക്ക് നൽകണേ, സ്വർഗത്തിൽ നീ കയറിയാൽ തന്നെ നിനക്കെല്ലാം കിട്ടും. പിന്നെ അതിലുള്ള ഇന്ന ഇന്ന സൗകര്യങ്ങൾ നൽകണേ, അതിലുള്ള ഭക്ഷണം നൽകണേ, അതിലുള്ള വസ്ത്രം നൽകണേ, അതിലുള്ള വീട് നൽകണേ, ഇങ്ങനെ ഓരോന്നോരോന്നായിക്കൊണ്ട് ചോദിക്കേണ്ടതില്ല. പൊതുവായിട്ട് തന്നെ ചോദിച്ചാൽ മതി. നരകത്തിൻ്റെ വിഷയത്തിൽ വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്ക് ഓരോ വാക്കുകളും എടുത്തുകൊണ്ട് നീ പറയേണ്ടതില്ല. ഇത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകന് നൽകുന്ന ഉപദേശമാണ്. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. കാരണം പൊതുവേ നമ്മളെല്ലാവരും നിർവഹിക്കാറുള്ള പല കാര്യങ്ങൾ, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പലതും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗൗരവം, അതിൻ്റെ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ വിഷയത്തിൽ എന്താണോ വിശുദ്ധ ഖുർആനിൽ വന്നത്, എന്താണോ ഹദീസിൽ വന്നത്, അത് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയത്തിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.